അതുപോലെ മറ്റൊരു മദ്ദാണ്, അതായത് രണ്ട് മാത്രം നീട്ടേണ്ടുന്ന മറ്റൊരു മദ്ദാണ് മദ്ദുസ്സിലത്തിൽ ഖസീറ എന്ന് പറയുന്നത്. മദ്ദുസ്സിലത്തിൽ ഖസീറ എന്ന് വെച്ചാൽ നമുക്കറിയാം ഹാ ഉൽ ലമീർ എന്ന് പറഞ്ഞാൽ അവൻ, അത് എന്നെല്ലാം അർത്ഥം വരുന്ന പ്രോനൗൺ എന്ന പേരിൽ അറിയപ്പെടുന്ന ഹാ, ഈ അക്ഷരം ബിഹി അലീം ലഹു മാ ബൈന എന്ന് പറയുന്നതിലുള്ള ഈ ഹാ എന്നാണ് ഹാ ഉൽ ലമീർ എന്ന് പറയുക. ഈ ഹാ ഉൽ ലമീറിന് കസ്റോ ലൊമ്മോ വരുമ്പോൾ, ഈ ഹാ ഉൽ ലമീറിന് ലൊമ്മോ കസ്റോ വരുമ്പോൾ ഉച്ചാരണ സൗകര്യത്തിന് കൊടുക്കുന്ന ഒരു മദ്ദാണ് സ്വില എന്ന് പറയുന്നത്. ഇവിടെ കെസർ കൊടുത്താൽ ഉച്ചരിക്കാൻ അല്പ ബുദ്ധിമുട്ടുണ്ടാവും. ഏതുപോലെ ഇപ്പൊ എന്താ വായിക്ക, ബിഹി അലീം എന്നായി, ഇവിടെയോ ലഹുമാ ബൈന എന്നായി. അപ്പോൾ ഉച്ചരിക്കാൻ അല്പ ബുദ്ധിമുട്ടാണ്. ആ ഉച്ചരിക്കാൻ ബുദ്ധിമുട്ടില്ലാതിരിക്കാൻ വേണ്ടി ഇതിനെ താൽക്കാലികമായി നമ്മൾ കൊടുക്കുന്ന ഒരു മദ്ദാണ് മദ്ദുസ്സില. ഇവിടെ യാ ആയതുകൊണ്ട്, കസ്ർ ആയതുകൊണ്ട് ഇവിടെ യാവും, ഇവിടെ ലമ്മായതുകൊണ്ട് ഇവിടെ വാവിനെയും കൊടുത്തു കഴിഞ്ഞാൽ രണ്ട് മാത്രം നീട്ടിയാൽ വളരെ സുന്ദരമായി ഉച്ചരിക്കാൻ സാധിക്കും. അപ്പോൾ ഹാ ഉൽ ലമീറിന് കസ്റോ ലമ്മോ വരുമ്പോൾ ഉച്ചാരണ സൗകര്യത്തിന് വേണ്ടി കൊടുക്കുന്ന മദ്ദാണ് മദ്ദുസ്സില. ഈ ഹാ ഉൽ ലമീറിന്റെ തൊട്ട് മുന്നിലെ അക്ഷരത്തിനും തൊട്ട് പിന്നിലെ അക്ഷരത്തിനും ഹർക്കത്ത് ഉണ്ടായിരിക്കണം എന്നത് നിർബന്ധമാണ്. ബാഗിന് കസ്റുണ്ട്, ഇവിടെ ഫത്തഹുണ്ട്. ഇവിടെയോ ഹാ ഉൽ ലമീറിന്റെ തൊട്ട് മുന്നിൽ ഹർക്കത്തുണ്ട്, തൊട്ട് പിന്നിലോ ഇവിടെയും ഹർക്കത്തുണ്ട്. അപ്പൊ ഹാ ഉൽ ലമീറിന്റെ തൊട്ട് മുന്നിലും തൊട്ട് പിന്നിലും ഹർക്കത്ത് ഉണ്ടാവുക എന്നുള്ളതൊരു ഡിമാൻഡാണ്, ഒരു ഷർത്താണ്. രണ്ടാമത് ഹാ ഉൽ ലമീറിന്റെ പിന്നിൽ ഹംസ വരാതിരിക്കണം എന്നാണ്. നോക്കൂ, ബിഹി അഹദ, ഇവിടെ കണ്ടോ ഹാ ഉൽ ലമീറിന്റെ പിന്നിൽ ഹംസ വന്നിരിക്കുന്നു. ഹാ ഉൽ ലമീറിന്റെ മുന്നിൽ ഹർക്കത്തുണ്ട്, പിന്നിൽ ഹർക്കത്തുണ്ട്, പിന്നിൽ ഹംസ വന്നിരിക്കുന്നു. വന്നാൽ ഇവിടെ നിയമം വേറെയാണ്. പക്ഷെ ഇവിടെയോ ഹാ ഉൽ ലമീറിന്റെ മുന്നിൽ ഹർക്കത്ത്, പിന്നിലും ഹർക്കത്ത്, പിന്നിൽ ഹംസ വന്നിട്ടില്ല. ഇങ്ങനെ വരുമ്പോൾ ഈ ഹായിനെ രണ്ട് മാത്ര നീട്ടി ഉച്ചരിക്കേണ്ടതാകുന്നു. വന്നീടും ഹാ ഉൽ ലമീർ ഫിൽ കലിമി ആഖിറു വ മാ ഖബൽ ഹർകതു ഫീ. വന്നീടും ഹാ ഉൽ ലമീർ ഫിൽ കലിമി ബഅദഹു വ മാ ഖബൽ ഹർകതു ഫീ. സിലത്തുൻ ഖാസിറയായി നാമം നൽകി ഉരയേണും വാജിബായി മാത്ര രണ്ടായി. അപ്പോൾ മദ്ദുസ്സില ഖസീറ എന്നുള്ളത് ഇതോട് അവസാനിച്ചു. ഇനി രണ്ട് മാത്രം നീട്ടേണ്ടുന്ന മദ്ദുകൾ തൽക്കാലം നമുക്ക് ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കാം. ഇപ്പോൾ മദ്ദുകൾ എന്ന് പറഞ്ഞാൽ രണ്ട് രൂപത്തിലാണ് മദ്ദ്. ഒന്ന് അൽ മദ്ദുൽ അസ്ലി, ഈ വകുപ്പിൽപ്പെട്ട ഒരൊറ്റ മദ്ദ് മാത്രമേ ഉള്ളൂ. പിന്നെയുള്ള ബാക്കിയുള്ള എല്ലാ മദ്ദുകളും അസാമാന്യ ദീർഘത്തോട് കൂടിയാണ് ഉച്ചരിക്കേണ്ടത്. എങ്കിലും ഇതിൽപ്പെട്ട അൽ മദ്ദുൽ ഇവദ്, ബദൽ, മുസ്തതീല, മുഖത്തഅ, സില ഖസീറ എന്നൊക്കെ പറയുന്ന മദ്ദുകൾ ഈ രണ്ട് മാത്ര നീട്ടേണ്ടുന്ന മദ്ദുകളാണ്. ഇനി അതിനേക്കാൾ കൂടുതൽ നീട്ടേണ്ടുന്ന മദ്ദുകളെ സംബന്ധിച്ചാണ് അടുത്ത വിശദീകരണം.